വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുന്ന ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ബേസിക് സയൻസും കൂടി ഫുൾ സെറ്റ് ആക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ 5th യൂണിറ്റ് ആയ സ്കൈ നിയർ അറ്റ് ഹാൻഡ് അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം പകൽ സമയത്ത് നമ്മൾ ആകാശത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് സൂര്യനെ കാണാൻ വേണ്ടി സാധിക്കും. അതേസമയം രാത്രിയാണെങ്കിൽ നമുക്ക് ചന്ദ്രനെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു തെറ്റാണ്, ഇവരൊക്കെ നമുക്ക് ആകാശത്താണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ മക്കൾക്ക് അറിയാവോ, നമ്മുടെ ഭൂമിക്ക് ചുറ്റും എന്താണ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷവും കടന്നിട്ട് നമുക്കൊരു ശൂന്യാകാശം അല്ലെങ്കിൽ നമ്മൾ അതിനെ ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്നൊക്കെ പറയും. ഈ സ്പേസിലാണ് അല്ലെങ്കിൽ ഈ ബഹിരാകാശത്താണ് ശരിക്കും നമ്മുടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണ് സ്പേസ് അല്ലെങ്കിൽ എന്താണ് ബഹിരാകാശം എന്നതിനൊരു നിർവചനം നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ദ സ്പേസ് ഈസ് എ ഹാർഡ് വാക്വം വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഇപ്പം നമ്മളൊരു ഭൂമിയെ നമ്മളൊന്ന് വരയ്ക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ എർത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ എർത്തിന് ചുറ്റും എന്തുണ്ടാവും മക്കളെ? യെസ്, ഇവിടെ നമ്മൾ പറയുന്നത് പോലെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ടാവും. ഈ അന്തരീക്ഷവും കടന്നിട്ട് നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതുപോലെ നമുക്ക് എയർ ഒന്നും ഉണ്ടാവത്തില്ല, നമുക്ക് ശ്വസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ശൂന്യാകാശം അല്ലെങ്കിൽ ഒരു വാക്വം സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്തരീക്ഷവും കടന്ന് നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നക്ഷത്രങ്ങളെയും നമ്മുടെ മൂണിനെയും നമ്മുടെ സണ്ണിനെയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ശൂന്യാകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് തന്നെ വിവിധ തരത്തിലുള്ള നക്ഷത്ര ഗണങ്ങളെ പറ്റി പഠിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഭൂമിയിൽ നിന്ന് അവയെ പഠിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ സ്പേസിൽ നിന്ന് തന്നെ പല പരീക്ഷണങ്ങളും അല്ലെങ്കിൽ പല രീതിയിലും നമുക്ക് ഈ പറയുന്ന സ്പേസിൽ കാണപ്പെടുന്ന ആൾക്കാരെ പറ്റി നമുക്ക് പഠിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതാണ് മക്കളെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് മക്കളെ ബഹിരാകാശ നിലയം അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബഹിരാകാശ നിലയം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ബഹിരാകാശ നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും ബഹിരാകാശത്ത് തന്നെ ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഭൂമിയിൽ നിന്ന് ഈ പറയുന്ന നക്ഷത്രങ്ങളെ ഒക്കെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതേ നക്ഷത്രങ്ങളെ പറ്റി തന്നെ നമ്മൾ സ്പേസിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നത് എന്തിന് സഹായത്തോടു കൂടിയാണ്? ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ബഹിരാകാശ നിലയം അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിനൊരു ചെറിയ ഡെഫിനിഷൻ പോലെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്കറിയാം ഈ സ്പേസിൽ തന്നെ കാണുന്നതാണ് നമുക്ക് എല്ലാവർക്കും എനർജി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ സൂര്യൻ. ഈ സൂര്യനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് എന്താണ് മക്കളെ? സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥമാണ്. ശരിക്കും എന്താണ് ഈ സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരും ഏറ്റവും സെൻറ്ററിൽ ആരുണ്ട്? യെസ്, സൂര്യനുണ്ട്. ഈ സൂര്യന് ചുറ്റും കറങ്ങുന്ന 8 പ്ലാനറ്റ്സ് അല്ലെങ്കിൽ 8 ഗ്രഹങ്ങളെ പറ്റി നമുക്കറിയാം. അതേപോലെ തന്നെ ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന കുറേ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളെ പറ്റിയും നമുക്കറിയാം. ഇവയെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? സൗരയൂഥം അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ, planets around the sun and satellites and many other celestial bodies. അതായത് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് നമ്മുടെ സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും സെന്റർ നമ്മുടെ സൂര്യനാണ് എന്ന് നമുക്കറിയാം. ഇനി ഈ സൂര്യന് ചുറ്റും ഇതുപോലെ ഒരു നിശ്ചിത പാതയിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭൂമി പറയാം. കാരണം നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? സൂര്യന് ചുറ്റും ഇതുപോലെ തന്നെ ഒരു ഫിക്സഡ് പാത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഭൂമി മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ, 8 പ്ലാനറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് പ്ലാനറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. Planets are the heavenly bodies in the sky that revolve around the sun along a definite path. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം നമുക്കറിയാം നമ്മുടെ പ്ലാനറ്റായ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹമായ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ആകാശഗോളമാണ് നമ്മുടെ ചന്ദ്രൻ അല്ലെങ്കിൽ മൂൺ. അപ്പോൾ നമുക്ക് വേറൊരു അർത്ഥത്തിൽ പറയാം, ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന ഒരു സാറ്റലൈറ്റ് ആണ് നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മൂൺ എന്ന് പറയുന്നത് നമ്മളായിട്ട്
ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല അല്ലേ, നോർമലി നമ്മുടെ ആകാശത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു അർത്ഥത്തിൽ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും, യെസ്, നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ആണ് നമ്മുടെ മൂണായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഉപഗ്രഹങ്ങൾക്കും ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം. സാറ്റലൈറ്റ്സ് ആർ ദി ഹെവലി ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദി പ്ലാനറ്റ്സ്. ഓക്കെ, മൂൺ ഈസ് ദ സാറ്റലൈറ്റ്സ് ഓഫ് എർത്ത്. ഗ്രഹങ്ങൾ വലയം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങളും സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, തരം തിരിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മളിപ്പോൾ സാറ്റലൈറ്റ്സ് വരെ എത്തി. ഈ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് നാച്ചുറൽ സാറ്റലൈറ്റ്സും അടുത്തത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും. നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നാൽ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ നോർമലി എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൂൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. പക്ഷേ നമ്മൾ മനുഷ്യന്മാർ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ പറയുന്ന ഓരോന്ന് പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സ്പേസിലേക്കും ഇതുപോലെ സാറ്റലൈറ്റ്സ് ഉണ്ടാക്കി നമ്മൾ അയക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇതാ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആര്യഭട്ട, എജുസാറ്റ്, അതുപോലെ തന്നെ ഇൻസാറ്റ് 3A. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്നതിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടാക്കുക. റോക്കറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് നിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നിങ്ങൾക്ക് എന്താണ് ഓർത്തിരിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ടേബിളിൽ കാണുന്നത് പോലെ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. മാച്ച് ദി ഫോളോയിങ് ഒക്കെ ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ കുറച്ച് കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മിസ് വന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, നിർത്തി കാണുക, ഡൗട്ടുകളൊക്കെ സോൾവ് ചെയ്യുക. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ബേസിക് സയൻസിൽ നല്ല മാർക്ക് മേടിക്കാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.